ഇപ്പം ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേയായി ഗൈസ്, കുറേ അധികമായി ഗൈസ്. ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു സ്റ്റോറി വീഡിയോ ആണ് ഗൈസ്, സാധാ വീഡിയോ അല്ല ഗൈസ്. അപ്പം നമുക്കിന്ന് ഫസ്റ്റ് തന്നെ ഒരു വണ്ടി നമുക്ക് സ്റ്റീൽ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പം നമുക്കത് പോയി സ്റ്റീൽ ചെയ്യണം ഗൈസ്. അപ്പം നമുക്ക് സ്റ്റോറി വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഷിംജാനും കാണും ഗൈസ്. അപ്പം നമുക്ക് വണ്ടി അടിച്ചു മാറ്റാം. എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് ചേട്ടാ പിന്നെ തരാമേ. പിന്നെ കൊണ്ടുതരാം. നമ്മളെന്തായാലും ഇത് ഓടിയെന്ന് അടിച്ചു മാറ്റിയത് വണ്ടിയാണ് ഗൈസ്. വണ്ടി ഇടിച്ചു കയറി നമുക്കപ്പം ആ സ്ഥലത്തോട്ടെത്തി ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് അവിടെ എത്തിയിട്ട് എടുക്കണ്ട, അല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചു. ഇവിടെയാണ് ആ വണ്ടി കിടക്കുന്നത് ഗൈസ്. ഈ വണ്ടി കണ്ടാ യൂറിസ്, നമുക്ക് യൂറിസാണ് അടിച്ച് മാറ്റുന്നത് ഇവിടുന്ന്. നമുക്കെന്തായാലും ഗൈസ്, നമുക്കെന്തായാലും ഈ വാഗനാർ ഇവിടെ ഇട്ട് വയ്ക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങാം. ഇറങ്ങാൻ സ്ഥലം നശിപ്പിക്കാൻ വേണ്ടി ഗൈസ് കൊണ്ടിട്ട സ്ഥലം ഒരു പൊട്ട സ്ഥലമായിപ്പോയി. നമുക്കെന്തായാലും വണ്ടി ഇവിടെ എവിടെയെങ്കിലും മാറ്റി ഒളിപ്പിച്ച് വെച്ചു. ഗൈസ്, നമുക്കേ ഈ വണ്ടി ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു വയ്ക്കാം. ഗൈസ് ഇങ്ങനെ ഇട്ട് വയ്ക്കാം. അതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. ഗൈസ് ഒരു ഐഡിയ കിട്ടിയപ്പോൾ എനിക്ക് വണ്ടിയുടെ മണ്ടക്കോട്ട് ചാടി കഴിഞ്ഞിട്ട് കയറാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഗൈസ് ഞാനേ ഒരു ഐഡിയ ചെയ്യാൻ പോയി. വണ്ടി അങ്ങോട്ട് കുറച്ച് കയറ്റിയിടാം നമുക്ക്, എന്നിട്ട് പിന്നെ ചാടി വലിഞ്ഞ് കയറിയാൽ പോലെ ഗൈസ്. ഈ ഒരു സ്പേസ് മതി ചാടി വലിഞ്ഞ് കയറാൻ ഗൈസ്. നമുക്ക് അയ്യോ പെട്ട് അതൊക്കെ അവിടെ തന്നെ ഇട്ടാൽ മതിയായിരുന്നു ഗൈസ്. ഇത് മതി ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ ഇട്ടിട്ട് അങ്ങ് ഓടി എസ്കേപ്പ് ആയി കളയാം ഗൈസ്. വണ്ടി ഇറങ്ങട്ടെ. നമുക്ക് ഇനി ആ വണ്ടി നോക്കൊന്നും വേണ്ട ഗൈസ്. നമുക്കെന്തായാലും ലംബോർഗിനി എടുത്ത് പെട്ടെന്ന് ഇവിടെ പറപ്പിച്ച് വിടാം ഗൈസ്. ഞാൻ എന്തായാലും വീട്ടിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം നമ്മൾ ഇത് ഇവിടെ വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷിംജാൻ ചിലപ്പോൾ കുറച്ച് നേരം പിടിക്കും. അവനിപ്പോൾ സ്കൂളിൽ പോയി, ഷിംജാനിപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഷിംജാനിപ്പോൾ വരും. അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും ഷിംജാൻ വരട്ടെ. അപ്പം നമുക്ക് കാണാം ഗൈസ്. അപ്പം ഷിംജാൻ സ്കൂളിൽ നിന്ന് വന്നു. ഷിംജാൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടു. ഷിംജാന് നമുക്കേ ഇന്ന് ഒരിടം വരെ പോകാനുണ്ട്. ഷിംജാന് നീ അല്ലേ ഇന്നലെ പറഞ്ഞത് പാർക്കിൽ പോകണമെന്ന്? അപ്പം നമുക്ക് പോവാം. ഇങ്ങോട്ട് പോവാം. ഷിംജാനെ പോവാം. അതുവഴി ഇവിടെ ഒരു
ഗൈസ് നമ്മളപ്പോൾ ഇവിടെ എത്തി. ഇങ്ങനെയുണ്ട് പാർക്ക്. ബാ നമുക്ക് ഇവിടെ ഓക്കെ. ഓ ഷിൻജാൻ സോറി ബൈക്ക് ഒന്ന് നീ നിൽക്കേ. ഷിൻജാൻ ഇറങ്ങി. നിങ്ങൾ എങ്ങോട്ടാ പോണേ? നമുക്കിവിടെ നടക്കാം. ഇവിടെ ഇരിക്കണോ അതോ നിനക്ക് പാർട്ടി? എനിക്ക് ആ ബെഞ്ചിൽ ഇരിക്കാനാ. എന്നാ നീ ഇരുന്നോ. ശരി ഇങ്ങനെ ഇരുന്നോ. ഇരിക്കാം. ഷിൻജാൻ നമുക്ക് പോവാം. പക്ഷെ കളിക്കാൻ പറ്റുന്ന പാർക്കോ? അത് ഇല്ലല്ലോ. ഫ്രാങ്കിൽ മാമൻ എന്തിയെ? അവൻ ലോസ് ആഞ്ചലസിൽ ആണോ? വരുമായിരിക്കും. നമുക്ക് നാളെയോ മറ്റന്നാളോ പോയി വരാൻ കണ്ടാലോ? ഷിൻജാനെ നിനക്ക് പോലീസ് സ്റ്റേഷൻ കാണണം. കാണണം. കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ? ഇല്ല. ഇവിടെ പുതിയൊരു പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ആണോ? ഇനി നമുക്ക് പോവാം. കേട്ടി. ശരി ശരിയാ പോവാം. അടിപൊളി പോലീസ് സ്റ്റേഷനാ. ഷിൻജാനെ ഞാനിവിടെ ഫ്രാങ്കി മാമ ജാക്ക് മാമ. എനിക്ക് ജാക്ക് മാമനെ ഞാനിപ്പോൾ ഫ്രാങ്കി മാമ തൊട്ടി വിളിക്കോ? ജാക്ക് മാമ. അയ്യോ എൻ്റെ കുട്ടി ഒന്നുമില്ല. ട്രാക്ടറുകാരൻ വന്ന് ഇടിച്ചതാ. ആണോ? ഒന്നും പറ്റിയില്ല. അതെ പോലീസ് സ്റ്റേഷൻ എത്തി. പോലീസ് സ്റ്റേഷനിൽ ഉറങ്ങാൻ സ്ഥലമുണ്ടോ? ഇല്ലല്ലോ. ഒക്കെ വരും. ഇവിടെ എൻ്റെ ഫ്രണ്ട് വേണമെങ്കിയാണോ എവിടെയെങ്കിലും ഉറങ്ങാം. അത് കുഴപ്പമില്ല. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാം. അവിടെ ബെഞ്ചൊക്കെ ഉള്ളു, അല്ലാതെ വേണമെന്നില്ല. അല്ലെങ്കിൽ ജയിലിൽ കട്ടിലുണ്ട്, അതിൻ്റെ അകത്ത് കിടക്കാം. പക്ഷേ എനിക്ക് കുറച്ചൊരു റെസ്റ്റ് എടുക്കാം. ഇവിടെ ഇപ്പം കള്ളന്മാരൊന്നും ഇല്ല. ഇത് സീക്രട്ട് പോലീസ് സ്റ്റേഷനാണ്. ഇത് കള്ളന്മാർ പിടിച്ചിരുന്ന പോലീസ്. എടാ അതെ ഷിൻജാനൂടെ കിടക്കണമെന്നുണ്ടായിരുന്നു ജയിലിൽ കിടക്കും. ഗൈസ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ജയിലിലൊക്കെയാണ് കയറ്റി കിടക്കുന്നത്. ഗൈസ് അപ്പം ഇത് സംഭവം വേറെ ഒന്നുമല്ല. ഇതൊരു സീക്രട്ട് പോലീസ് ഇവിടെ കള്ളന്മാർ ഒന്നും പിടിച്ചെടുക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് ഗൈസ്. ജാക്ക് മാമ ഹായ് നല്ല പറ്റില്ലേ? എനിക്ക് കേൾക്കണം. ഗൈസ് അപ്പം നമുക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണാം. ഷിൻജാനെ എഴുന്നേക്ക്. എണീറ്റ്. ഡോർ തുറന്നു ഗൈസ്. ഇറങ്ങി ഷിൻജാനെ. എങ്ങി ഞാൻ റെയിൻ്റെ ഫ്രാങ്കി മാമ എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചോ? ഈ ഡ്രസ്സോ ലോസ് ആൻഡോസിൽ പോകേണ്ടി വരും. ഞാൻ എന്തായാലും കുഴപ്പമില്ല. വാങ്ങിച്ചു തരണേ. എൻ്റെ അനിയനെ ഒന്നും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. പിഞ്ചാൻ അവനെ കണ്ടില്ലല്ലോ. എനിക്ക് അവനെ കാണാനാ. അവനെന്തിയെ? അവനിപ്പോൾ പഠിക്കാനായിട്ട് പോയിരിക്കുമല്ലേ? അവൻ കൊച്ചിൻ്റെ വരുമോ? അവൻ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പം ഡോറേമോൻ ഇങ്ങോട്ട് ഇത്തിരി കാലേ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം സ്കൂളിൽ വരായിട്ട് സ്കൂളിൽ മതിയോ? ഞാൻ സ്കൂളിൽ മതി. ഡോറേമോൻ ഇങ്ങോട്ടോ. ഷിൻജാനും ഡോറേമോനും വാ. ഡോറേമോനെ ഞാൻ ബൈക്ക് എടുക്കട്ടെ. നീ എങ്ങനെ നിങ്ങൾ
പെട്ടെന്ന് ഞങ്ങൾ ഇവിടെയാണ് വിചാരിച്ചു വന്നത്. അതാ ഷിൻജാനെ, അതെ അത് ഞാൻ ഡോറേമോനോട് ഇങ്ങോട്ട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. ഡോറേമോനെ അടുത്ത് ഞങ്ങളിവിടെ അപ്പോൾ നീ ഒന്ന് വരാമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. നമുക്കെന്തായാലും വീട്ടിലോട്ട് പോയാൽ ഷിംജാനെ നമുക്ക് പുറത്ത് പോയി കളിക്കാം. നമുക്ക് എന്തായാലും ഇപ്പം തൽക്കാലം വീട്ടിൽ പോകാം. അയ്യോ എപ്പോഴാണ് ഡോറേമോനെ സ്വിങ് ചെയ്ത് നമ്മൾ വന്നു. ഷിംജാനെ നമുക്ക് നേരെ വീട്ടിൽ പോയാലോ? നിങ്ങൾ ഡോറേമോൻ ഫാൻസ് ആണോ അതോ ഷിംജാൻ ഫാൻസ് ആണോ എന്ന് കമന്റ് ചെയ്യണേ. ഷിംജാനെ ഇതുവഴി പോവാം. നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ ആണോ? വേണ്ട, അടിപൊളിയാ. എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷൻ എന്തിയെ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയേ. ആണോ? പിടിച്ചിരുന്നോണേ. ഡോറേമോനെ നിനക്കൊന്നും പറയാനില്ലേ? കണ്ടാ ചാടിപ്പോയി. എനിക്ക് പറയാനുണ്ട് ഷിംജാനെ. ഞാൻ ഉണ്ടായിരിക്കും ഷിംജാനെ. നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ കേട്ടോ ജാക്ക് മാമ. ഞാനും ഷിംജാനും ബെസ്റ്റ് ഫ്രണ്ട്സാ. ഈ ആൾക്കാർക്ക് എൻ്റെ ബൈക്ക് മാത്രം ഇടിക്കാൻ പറ്റും. അത് പിന്നെ മാമന്റെ ബൈക്ക് ചീത്തയായോണ്ട്. ഫാങ്കി മാമ, ഞാൻ എന്ത് പറഞ്ഞ ഫാങ്കി മാമ? ചേട്ടാ ഇവിടെ ഇതൊന്നും ഇല്ലേ? ട്രെയിൻ ഇവിടെ ട്രെയിൻ ഒന്നും ഉണ്ട്. ഉണ്ടോ? പക്ഷെ ഷിംജാനതേ ട്രെയിൻ വന്നു. നമുക്ക് ട്രെയിനിൽ കയറി പോയാലോ? ട്രെയിനിൽ കയറി പോണോ? തെറിച്ച് പോവും. ആണോ? എനിക്ക് പോയാം. പോണോ? നമുക്ക് വേറെ ദിവസം പോകാം. പോണേ കൊണ്ടുപോണേ. പോവാം. നീ എങ്ങോട്ടാ കൊണ്ടാ? വീട്ടിലോട്ടല്ലേ? ആ, ഞാൻ ഷോറൂമും കൂടി കാണിച്ചിട്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് ഷോറൂമിൽ എന്തിനാ ഇനി പോണേ? വണ്ടി വാങ്ങിക്കാനുണ്ട്. അല്ല, വണ്ടി വാങ്ങിക്കാനല്ല. ഷിംജാനടുത്ത് ഷോറൂം കണ്ടിട്ടുണ്ടോ? എന്റെ ഷിംജാനെ ഇതാണ്. കണ്ടിട്ടില്ല. കണ്ടാ? ആ, അതിൽ ബൈക്കിരിപ്പുണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് വെച്ചിരിക്കാൻ തോന്നി. ഓൾറെഡി ഒരു കാർ അവിടെ അടിച്ചു മാറ്റിയിട്ട് വീട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വിൽക്കണം. അത് വിറ്റാൽ നമുക്ക് ഒരു സാധനം മേടിക്കാം. ബർഗറല്ല, ഒരു സംഭവം ഉണ്ട്. എൻ്റെ റൂമിലെ ഗെയിമിംഗ് റൂമിലോട്ട്, എൻ്റെ വീട്ടിലെ ഗെയിമിംഗ് റൂമിലോട്ട് പോകണം. അപ്പോൾ എനിക്ക് ബർഗർ വാങ്ങിച്ചു തരണം. ബർഗറോ? ഓക്കെ, വീട്ടിലിരിപ്പുണ്ടല്ലോ. പേടിച്ച് കയറി ഞാൻ. ഡോറേമോനെ ഒരു ഷേഫായിട്ട് ഇരിപ്പുണ്ടല്ലോ. നമ്മുടെ ഞാൻ ഷേഫായിട്ട് ഇരിപ്പുണ്ട്. നമുക്കാണെങ്കിൽ ജാക്ക് മാമന്റെ ഗെയിമിംഗ് റൂം കാണാൻ പോവാം. ഈ ക്യാഷും ജനവരി ഇല്ല. എൻ്റെ വണ്ടി ഒന്ന് പറയും. ഓക്കെ എനിക്ക് എത്ര വണ്ടിയാ? ചോപ്പല്ലേ പറ്റിയിട്ട് പേര് ടോമി. ലോസ് ആൻഡോസിലെ ആ പറ്റിനെ വിളിച്ച് ഇതിന്റെ പേര് ചോപ്പന്നെ. ടോമി കഴിച്ചോ നീ? കഴിച്ചു എന്നാണ് പറയുന്നത് ഡോറേമോനെ. ഇതാരാണ്? ഇത് ഷിംജാനും ഡോറേമോനും. നിനക്ക് ഷിംജാനെ അറിയത്തില്ലേ? അറിയാം, പക്ഷെ ഡോറേമോനെ നീ ആദ്യമായിട്ട് കാണുന്നല്ലേ? ഡോറേമോൻ ഷിംജാന്റെ ഫ്രണ്ടാണ്. അപ്പം നീ എന്തായാലും ഇവിടെ ഇരിക്കേ ടോമി. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ആരാന്നറിയാവോ? ഡോറേമോൻ. നല്ല ഫ്രണ്ടാ. ഷിംജാനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു ടോമിക്ക്. ഇങ്ങോട്ട് വാ രണ്ടുപേരും വാ. ഭക്ഷണം വേണ്ടേ? ഉണ്ടല്ലേ?
പോലെ നടക്കുന്നത്. ഒരു രക്ഷ. ആ എൻ്റെ ഗ്യാരേജിൽ ഒരു വണ്ടിയുണ്ട്, അത് കാണണം. എനിക്ക് രണ്ടായിരം വേണ്ട GTR ഒരു ബൈക്ക് കൊണ്ട് കാണിച്ചു വേണ്ട ഇത് കണ്ട അയ്യോ കൊള്ളത്തില്ല. എന്നാ കൊള്ളത്തില്ലേ? പിന്നെ മറ്റേ വണ്ടിയും കൂടി ഇതിനകത്ത് കയറ്റിയിട്ട് പോയി. രണ്ടുപേരും ഇങ്ങോട്ട് പോവാം. എന്തിന് കഴിക്കണ്ടേ? കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഗെയിം റൂം കാണണം. ആണോ? ആ അപ്പം കഴിക്കുന്ന അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അത് എടുത്തോണ്ട് വരട്ടെ. മാറ്റി മാറ്റി എന്തിന് ഭക്ഷണം എടുത്തോണ്ട് നമ്മൾ മുകളിൽ പോയിട്ട് കഴിക്കാം. കിച്ചൺ നമുക്ക് മുകളിൽ പോയിട്ട് കഴിക്കാം. ആ ഞാൻ എടുത്തിട്ടുണ്ട്. മാറി 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 എവിടോ ഷിൻജാന് നിന്റെ കിച്ചണൊക്കെ കൊള്ളാം കേട്ടോ. അടിപൊളി. എന്ത് ചെയ്യാൻ? ആ ഇതാ ഇത് ഡോറേമോൻ. ആ ഓ ആ എടാ ഗേസ് ഞാൻ പേര് സത്യമായിട്ട് മറന്നു പോയിട്ടുണ്ട് ഗേസ്. ആ എനിക്ക് ഓർമ്മ വന്നു ഗേസ്. ഇപ്പം മോഹൻ. എടാ മോഹനെ എന്താ? എനിക്ക് എന്താ ഇവിടുത്തെ ചോദിക്കും. മോഹൻ ഇങ്ങോട്ട് പോവാ. അല്ല ഇതേതാ ഈ രണ്ട് കുട്ടിക്കുറിപ്പ്? അല്ലയോ ഈ കുട്ടിക്കുറിപ്പ് ഇതാ ആ ഇത് ഡോറേമോൻ, ഷിൻജാൻ്റെ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്സാ എപ്പോഴും ഒരേപോലെ നടക്കും. ആ എപ്പോഴും ഒരു ചില സമയത്തൊക്കെ ചില സമയത്ത് ഫ്രാങ്കി മാമ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നല്ലേ? ഫ്രണ്ട്സ് അല്ലെന്നല്ലേ? ചുമ്മാ ഞാൻ ഷിൻജാൻ പോട്ടെ. ഞാൻ ഫ്രാങ്കി മാമനെ രണ്ടിട്ട് അറിയുന്നുണ്ട്. എന്തായാലും ആ ഓക്കെ ശരി. എന്നും ഗെയിമിങ്ങും കാണിപ്പിക്കുന്നുണ്ടോ മോഹന? ശരി ഞാൻ പിന്നെ കാണാം. ഞാൻ പോട്ടെ. നിങ്ങൾ എന്താ നോക്കി ഫ്രാങ്കിന്മ ഇങ്ങനെയൊക്കെ തരും. ഹായ് കല്ലാല ഇതോ തീർക്കാവോ? കളിക്കുന്ന ആ ഏത് ഗെയിം കളിക്കണം? GTA 5 കളിക്കണോ ഫോർസ കളിക്കണോ? ഫോഴ്സ. ആ അപ്പോൾ ഫോർസ ഇരുന്ന് രണ്ടുപേരും കളിക്കുന്നു. ഞാനിവിടെ നിൽക്കാം. ഇതിനെന്തിനാ ഞാനിവിടെ തന്നെ നിൽക്കാം. ആ അപ്പോൾ രണ്ടുപേരും കസേര എടുത്തിട്ട് ഇരിക്കും. ഫ്രാങ്കി മാമ ഈ ഡൈനോസോറിന്റെ പദം എന്തിനാ ഒത്തിച്ചേക്കുന്ന? ഡൈനോസോറിന്റെ അത് ഉമ്മ. ഷിംജാനെ നീ ഗെയിം കളിച്ചു കഴിഞ്ഞോ? ദേ ബർഗർ കഴിക്കും. ഇത് ഫേവറേറ്റ് ജങ്ക് ഫുഡ്. കഴിച്ചു കഴിഞ്ഞാ? കൊല്ലങ്ങിട്ട് നല്ല ജഗ്മാമ ഉമ്മ ഫ്രാങ്കി മാമ ഉമ്മ ജഗ്മാമ ടേസ്റ്റി. കമ്പ്യൂട്ടർ ഓഫ് ചെയ്താ PC ഓഫ് ചെയ്ത്. അത് ഡോറേമോനോട് ആ ഞാൻ ഓഫ് ചെയ്ത്. ഇങ്ങോട്ട് വാ. വരുന്നില്ലേ? വരുവാണേ. ഒരു ഹെലികോപ്റ്റർ ആണോ? കാണിച്ചു വാ ഇങ്ങോട്ട്. ഷിംജാനെ വാ. ഹെലികോപ്റ്റർ കാണിച്ചു തരാം. അകത്തുനിന്നല്ല സ്റ്റെപ്പ്, പുറത്തുനിന്നാണ്. എന്ത് ചെയ്യുന്നുണ്ട്? അനങ്ങി വാ ഷിംജാനെ. എന്റെ പൊന്നി ജഗ് മാമ ഞങ്ങൾ എല്ലാത്തിലും ശ്രീരാമനുണ്ട്. ഷിംജാനെ നടക്കും 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 നടക്കും. ദേ ഇതാണ് ലംബോർഗിനി യൂറോസ്. ഇതിനുണ്ട് ഇങ്ങനത്തെ പെയിന്റ് കളിച്ചു വെച്ചിരിക്കുന്നു. അത് ഇതിന്റെ ഓണർ അടിച്ചത്, ഞാൻ ചെയ്തതാണ്. അപ്പൊ ഇത് അടിച്ചു മാറ്റിയ വണ്ടിയാ? ആ അടിച്ചു മാറ്റിയ വണ്ടിയെന്ന് വെച്ചത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാ. അവന് ഇത് എന്തായാലും ഞാൻ തിരിച്ചു കൊടുക്കും. ജസ്റ്റ് ഓടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചു. എന്നെ 2-3 ദിവസം കഴിയുമ്പോൾ. സത്യമായിട്ട് ഞാൻ അടിച്ചു മാറ്റിയ വണ്ടിയല്ല, അത് ഞാൻ നിങ്ങളെ പറ്റിക്കാനായിട്ട് പറഞ്ഞതാണ് ഗേസ്. സത്യമായിട്ടും ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പിന്നെ ഇന്ന് റോഡിൽ നിന്ന് എടുത്തോണ്ട് പോയ ആ വാഗനാർ, അതും എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഗേസ്.
ദേ ഇപ്പൊ കാണിച്ചു. ഷിൻജാനെ ഷിൻജാനെ ആ ഹെലികോപ്റ്റർ കാണണ്ടേ? ഇനി വാ. അയ്യോ, ദേ വീഴല്ലേ? വരാൻ പറ്റുന്നുണ്ടോ അവൻ്റെ അടുത്ത്? പിന്നെ വരാൻ പറ്റും. അല്ല, പറഞ്ഞു വീഴരുത്. അയ്യോ, സ്റ്റോപ്പ്. ഷിൻജാനെ നിങ്ങൾ എൻ്റെ ഒരു ചെറിയ ആൾക്കാരായതുകൊണ്ട് താഴോട്ട് എപ്പോൾ വേണമെങ്കിലും പോവാം. ഇങ്ങോട്ട് ദേ, ഇതാണ് എൻ്റെ ഹെലികോപ്റ്റർ. ഞങ്ങളെ കേട്ടാവോ? അയ്യോ, നിങ്ങളെ ഷിൻജാനെ നിനക്ക് ഹൈറ്റ് പേടിയാണ് ഇന്നലെ പറഞ്ഞ എൻ്റെ അടുത്ത്. അയ്യോ ഫ്രാങ്കി മാമ, എനിക്ക് ഹൈറ്റ് ഇവിടെ ശരിയാണ്. അതുകൊണ്ട് വേണ്ട. അവന് ഹൈറ്റ് പേടിയാന്ന് പറഞ്ഞാൽ എന്തോന്നാ ഷിൻജാനത്? ഡോറേമാൻ ഇങ്ങനെ വന്നേ. എന്തിന്? അയ്യേ പറ്റിച്ചേവാ. ഡോറേമാൻ നിനക്ക് വേണ്ടി ജലദോഷം വരും. ഫ്രാങ്കി മാമ, ഫ്രാങ്ക്ലിൻ മാമ എന്റെ ഷിൻജാൻ അത്ര കളിയൊക്കെ കേട്ടോ. പാവം. എന്തോ ഇപ്പൊ ഫ്രാങ്ക്ലിൻ മാമ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് നിനക്ക് ജലദോഷം വല്ലതും ഉണ്ടോന്ന്. പിന്നെ ജലദോഷം ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞു കൂടിയത്. ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് തുടങ്ങുന്ന ഡോറേമാനെ പുറകെ വന്ന് വീഴല്ലേ താഴോട്ട്? ആ, ഇങ്ങി വന്ന് രണ്ടുപേരും ഇങ്ങി വന്ന് നമുക്ക് ഇതിലേ കൂടെ ഇറങ്ങാം. എങ്ങനെയുണ്ട് ഷിംജാനെ ഡോറേമാനെ മുകളിൽ നിന്ന് ചാടിയപ്പോൾ? അവിടെ ബെഡ് പോലത്തെ സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ സേഫായി. അവിടെ ബെഡ് പോലത്തെ സാധനം ഞാൻ ഇട്ട് വെച്ചോണ്ട് സേഫായി നമ്മൾ. ഈ യൂറസ് ഷിൻജാനെ ഡോറേമാനെ ഒരു മിനിറ്റ്, ഞാൻ ഈ യൂറസേ ഒന്ന് കുറച്ചൊന്ന് പുറകിലോട്ട് കേറ്റട്ടെ. നിങ്ങൾ വെയിറ്റ് ചെയ്യും. എൻ്റെ ഡോറേമോനെ നീ ഒന്ന് മാറിക്കേ. വണ്ടിയിൽ നിന്ന് ഇടി കിട്ടല്ലേ? ഓക്കെ, സെറ്റ്. ബാബാ എന്താണ് നീ അവിടെ എന്ത് ചെയ്യുവാടാ? ഷിൻജാൻ എങ്ങനെ വാ? നിനക്ക് ഇനി എവിടെയെങ്കിലും പോവാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഗൈസ്, പിന്നെ ഒരു സംഭവമുണ്ട്. ശ്രദ്ധ ഇപ്പം വീഡിയോ എടുക്കും, എന്നിട്ട് എൻ്റെ ചാനലിൽ ഞാനിങ്ങനെ ശ്രദ്ധ ചെയ്ത ക്രാഫ്റ്റൊക്കെ ഷോർട്സ് ആക്കി ഇടും ഗൈസ്. അപ്പോൾ ഷോർട്സ് ഞാൻ ഫസ്റ്റ് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ കാണുക. അപ്പം മാക്സിമം ക്രാഫ്റ്റിനെ കുറിച്ച്. യെസ് ഗൈസ്, അതായത് ഷോർട്ട് വീഡിയോസ് ഗൈസ്. ഈ ഷോർട്സ് സംസാരിക്കുന്നതായിരിക്കും, അത് സംസാരിക്കുന്നത് തന്നെയായിരിക്കും ഗൈസ് ഷോർട്സ്. അങ്ങനെ ഷോർട്സ് ആയിട്ട് നമുക്കിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം, ഓൾ ഇറ്റാലിയൻ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ. Stay tuned for next story video. Bye bye.